യെശയ്യാവ് അധ്യായം 13. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ, അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദം ഉയർത്തി അവരെ കൈകാട്ടി വിളിപ്പിൻ. ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു, ഗർവത്തോടെ ഉല്ലസിക്കുന്ന എൻ്റെ വീരന്മാരെ, ഞാൻ എൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം, കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം. സൈന്യങ്ങളുടെ യഹോവ യുദ്ധ സൈന്യത്തെ പരിശോധിക്കുന്നു. ദേശത്തെ ഒക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ, അത് സർവശക്തങ്കിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്നും മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്തു നിന്ന് ഇളകിപ്പോകും. ഓടിച്ചുവിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെപ്പോലെയും അവർ ഓരോരുത്തൻ താന്താന്റെ ജാതിയുടെ അടുക്കിലേക്ക് തിരിയും. ഓരോരുത്തൻ താന്താന്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും. കണ്ടുകിട്ടുന്നവനെ ഒക്കെയും കുത്തിക്കൊല്ലും, പിടിപെടുന്നവനെ ഒക്കെയും വാളാൽ വീഴും. അവർ കാണെ അവരുടെ ശിശുക്കളെ അടിച്ചു തകർത്ത് കളയും, അവരുടെ വീടുകളെ കൊള്ളയിടും, അവരുടെ ഭാര്യമാരെ അപമാനിക്കും. ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്ത് കളയും. ഗർഭഫലത്തോട് അവർക്ക് കരുണ തോന്നുകയില്ല, പൈതങ്ങളെയും അവർ ആദരിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമേറയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിമാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയും ഇല്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും, അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അതിൻ്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല.